നമുക്കറിയാം, പഴയ പോലെയല്ല ഇന്ന് ആളുകൾ. പൊതുവായി പ്രയാസങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റ് ഏത് കാലത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിൽ, പ്രത്യേകിച്ച് താഴെ തട്ടിലുള്ളവർ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കറിയാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും പ്രയാസമുണ്ടാക്കുന്നതാണ്. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും അതോടൊപ്പം മാരകമായ രോഗം കൂടി വരികയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം വ്യക്തികൾക്ക് മാത്രമല്ല, ആ കുടുംബം തന്നെ തകർന്നു പോകുന്ന സാഹചര്യമാണ്. പല രോഗങ്ങളും വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാൻ ചികിത്സയ്ക്ക് ആവശ്യമാകുന്ന സാഹചര്യം. അതിന് പണം കണ്ടെത്താൻ കഴിയാത്ത എത്രയോ ആളുകളെ നമുക്ക് നമ്മുടെ ചുറ്റും ഇന്ന് കാണുവാൻ കഴിയും. അവിടെയാണ് സാന്ത്വനം പോലെയുള്ള SYSന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ വരുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരുണ്യ പ്രവർത്തനം കൂടിയാണ്. ഇവിടെ മുഖ്യപ്രഭാഷകൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവരെ സഹായിക്കാൻ കഴിയാതെ നമുക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോയാൽ അത് എത്ര വലിയ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ അത്തരത്തിലുള്ള അവഗണന അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രയാസപ്പെടുന്നവരെ, പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല, ഞാൻ പറഞ്ഞു, പണമുണ്ടായിട്ട് പണക്കാരന് പോലും രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പണമുണ്ട് എന്നതുകൊണ്ട് മാത്രം ആശ്വാസം ഉണ്ടാവില്ല. കാരണം രോഗം എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കുന്നതാണ്. പിന്നെ പണം കൂടി ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ആലോചിക്കാൻ തന്നെ കഴിയാത്ത ഒന്നാണ്. നമുക്ക് പലപ്പോഴും ഇത്തരം ആളുകളെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. നൂറുകണക്കിന് ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇന്ന് കിഡ്നിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ, അതുപോലെ മാരകമായ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ സഹായിക്കേണ്ട ബാധ്യത നമ്മുടെ തന്നെയാണ്. അത് യാതൊരു സംശയവും വേണ്ട. അത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ആരും നൽകുന്ന ഒരു ഔദാര്യമല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. പ്രത്യേകിച്ച് എനിക്കറിയാം, മലപ്പുറം ജില്ലയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് മറ്റേതൊരു ജില്ലയേക്കാൾ നന്നായി നടക്കുന്ന ജില്ലയാണ്. ഇവിടെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രയാസത്തിൽ പങ്കുചേരുവാനും അസുഖങ്ങൾക്ക് സഹായം നൽകുവാനും അസുഖം വന്നവർക്ക് ചികിത്സയ്ക്ക് വേണ്ട ആനുകൂല്യം നൽകുവാനും ഒക്കെ നമ്മുടെ ഒരു പ്രത്യേക താല്പര്യം നമ്മളൊക്കെ കാണിക്കാറുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ആ രീതിയിൽ തന്നെ ഇവിടെ ഈ പ്രദേശത്തുള്ളവർ സാന്ത്വനം പദ്ധതിയിലൂടെ ഇവിടെ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് രോഗികൾക്ക് വേണ്ട മെഡിക്കൽ സഹായവും മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളതിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്ന SYSനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അതോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.